നമസ്കാരം രുചികളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നാളത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, വാലന്റൈൻസ് ഡേ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വാലന്റൈൻസ് ഡേ സ്പെഷ്യൽ റെസിപ്പി എന്ന് തന്നെ പറയാം. ഒരു മധുരമാണ്. അപ്പം എന്താണെന്ന് അധികം ഊഹിക്കേണ്ടി വരില്ല. ഒരു കേക്കാണ്, ഒരു റെഡ് വെൽവെറ്റ് കേക്ക്. അപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് നാടുകളിൽ ഫംഗ്ഷൻസിനൊക്കെ ബർത്ത്ഡേ ആയാലും അങ്ങനെയൊക്കെ നമ്മൾ സാധാരണ വാങ്ങുന്നതാണ്. ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റും പോലെ തന്നെ നമ്മൾ എപ്പോഴും വാങ്ങുന്ന ഒന്നാണ് ഈ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയിൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റെഡ് വെൽവെറ്റ് കേക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാനിവിടെ ഫ്രോസ്റ്റിംഗ് ഒന്നും ഒരുപാട് ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് വളരെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടുവരാം. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു, എല്ലാവർക്കും എൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റ് കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടുവരാം. ഇപ്പോൾ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 2.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പഞ്ചസാര പൊടിച്ചത് 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ബട്ടർ വേണം. ബട്ടർ റൂം ടെമ്പറേച്ചറുള്ള ബട്ടറാണ്. ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ച ഒരു 175 ഗ്രാമാണ് ഇതുള്ളത്. 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. ഇത് അൺസ്വീറ്റൻഡ് ആണ്, മധുരമൊന്നും ഇല്ലാത്ത ആണ്. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. 1.5 ടീസ്പൂൺ വാനില എസൻസ്, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1 കപ്പ് ബട്ടർ മിൽക്ക്, 2 മുട്ട, 1 ടേബിൾ സ്പൂൺ ഓയിൽ. സ്മെല്ലൊന്നും ഇല്ലാത്ത ഓയിലാണ്, വെജിറ്റബിൾ ഓയിലോ അതുപോലെ സൺഫ്ലവറോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ കളറിന് വേണ്ടി, റെഡ് കളറിന് വേണ്ടിയിട്ട് ഞാൻ ഫുഡ് കളർ യൂസ് ചെയ്യുന്നുണ്ട്. പെർമിറ്റഡ് ഫുഡ് കളർ നോക്കിയിട്ട് വാങ്ങണം, നല്ല ക്വാളിറ്റി ഉള്ളത് വാങ്ങണം. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കളറിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ മൈദയൊക്കെ എടുക്കുന്ന സമയത്ത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ എത്രത്തോളം അരിക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആവുമെന്നാണ് പറയുക. അപ്പോൾ നമ്മൾ പിന്നെ ഇതൊന്ന് അരിച്ചെടുക്കാൻ പോവാണ്. മൈദയും അതുപോലെ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ സോൾട്ട് ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് മൈദ അരിച്ചെടുക്കാൻ പോവാണ്. മൈദ അരച്ചെടുത്തു. ഇനി ഇതുപോലെ തന്നെ ഇതിലോട്ട് കൊക്കോ പൗഡർ ചേർക്കുകയാണ്. കൊക്കോ പൗഡറിൻ്റെ കൂടെ തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ, ഉപ്പ്, ഇതും കൂടി ഇതിലോട്ട് അരിച്ച് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് കൊക്കോ പൗഡർ യൂസ് ചെയ്ത് കഴിയുമ്പോൾ കളറ് മാറും. അപ്പം അതിൻ്റെ ടേസ്റ്റ് വരുവാൻ വേണം, പക്ഷെ ഒരുപാട് ആ കളർ അങ്ങ് മാറരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് എല്ലാം ബാക്കി ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ സോൾട്ടും എല്ലാം എല്ലാ ഭാഗത്തും എത്തുക. അപ്പോൾ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനിയും ഒന്നും കൂടി ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ്. ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനിയും വീണ്ടും ഒന്ന് ഇത് അരിച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തു. ഇനി ഇതിവിടെ മാറ്റി വെക്കാൻ പോവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ആദ്യം ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ജസ്റ്റ് ഒന്ന് ബട്ടർ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം സ്ലോയിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ബീറ്റർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് തടിത്തവി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്ത് കൊടുക്കാം. അപ്പം ഫസ്റ്റ് സ്പീഡ്, അതായത് സ്ലോയിലിട്ടിട്ടാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ബട്ടർ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതാണ്. റൂം ടെമ്പറേച്ചർ ഉള്ളതാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തണുത്ത ബട്ടർ അല്ല, റൂം ടെമ്പറേച്ചറിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, നമ്മൾ ബട്ടറും അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയും കൂടി. ഇനി ഇതിലോട്ട് നമ്മൾ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുട്ട 2 മുട്ടയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുകൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നന്നായി ബീറ്റ് ചെയ്തെടുത്തു.
ഇനി നമ്മൾ മുട്ട ചേർത്തതാണല്ലോ, അപ്പോൾ മുട്ടയുടെ ആ ഒരു മണം പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൂടി ചേർക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ ഓയിൽ കൂടി ഒരുമിച്ച് ചേർക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിലോട്ട് ചേർക്കുന്നത് കളറാണ്, ഫുഡ് കളറാണ്. അപ്പോൾ റെഡ് കളർ ഞാൻ ചേർക്കുകയാണ്. അപ്പം അത് നമ്മളെ കളറിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ തന്നെ കളർ മനസ്സിലാവും. ഞാൻ 1 ടീസ്പൂൺ ആദ്യം ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ കളറൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കളറിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന കളറിനനുസരിച്ച് മാറും. റെഡ് കളർ ഏതാ ഉപയോഗിക്കുന്നത് എന്നുള്ളതനുസരിച്ചിട്ട് മാറും. അപ്പോൾ എനിക്ക് ഈ ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഫ്ലോറും അതുപോലെ തന്നെ ബട്ടർ മിൽക്കും കൂടി ഒന്ന് ഇടവിട്ടിട്ട്, അതായത് ഓരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാനിനി മിക്സർ ഉപയോഗിക്കുന്നത്, അതായത് ബ്ലെൻഡർ ഉപയോഗിക്കുന്നില്ല, കൈവച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിലോട്ട് ആദ്യം കുറച്ച് ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒരുമിച്ചിടരുത്, കുറച്ചായിട്ടാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കുമ്പം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് ചെയ്യുന്നത്. അതായത് ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യാൻ പാടില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീണ്ടും മിക്സ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇനി ഒരു കേക്ക് ടീനിലോട്ട് ഇത് മാറ്റാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ബട്ടർ തടവി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ ഉള്ളിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാൻ ബാറ്റർ എന്തായാലും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. അപ്പം എപ്പോഴും ശ്രദ്ധിക്കണം, ബാറ്റർ ഒരുപാട് ഒഴിക്കാൻ പാടില്ല, പകുതി അളവിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക. കേക്ക് ബാറ്റർ ഇതിലാക്കിയിട്ടുണ്ട്. ഇനി ഒരു 3-4 തവണ ഒന്ന് തട്ടി കൊടുക്കണം, കാരണം എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടി. അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഇതാക്കി ഇനി ഞാൻ വേറൊരു ടിന്നിൽ കുറച്ചുകൂടി ബാറ്റർ ബാക്കിയുണ്ട്. അപ്പം ഞാൻ വേറൊരു ടിന്നിലോട്ടും കൂടി മാറ്റി കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ഇതിലോട്ടും ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തട്ടി കൊടുക്കുകയാണ്. 2 ടിന്നിൽ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനിടയിൽ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആ ഓവനിലോട്ട് ഈ 2 കേക്ക് ടിന്നും ഞാൻ വെക്കാൻ പോവാണ്. ഇനി 180 ഡിഗ്രിയിൽ ഞാൻ ഒരു 30 മിനിറ്റ്സ് സെറ്റ് ചെയ്യാൻ പോവാണ്. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം കേക്ക് ആയോ എന്നുള്ളത്. ഒരു 30 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിന് ഫ്രോസ്റ്റിംഗ് റെഡി ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം വേണം. അപ്പോൾ എനിക്ക് വിപ്പിംഗ് ക്രീം കിട്ടിയില്ല, അതിന് പകരം ഞാൻ പൗഡറാണ് ഉപയോഗിക്കുന്നത്. ബേക്കേഴ്സിൻ്റെ വിപ്പിംഗ് ക്രീം പൗഡർ ഒരു 50 ഗ്രാമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ പൗഡറിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് പാലാണ്. ഇത് ഞാൻ കുറച്ച് തണുത്ത പാലാണ്. അപ്പോൾ ഇത് ഒരു 100 ml ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. തണുത്ത പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം പൗഡറാണ് ഉപയോഗിക്കുന്നത്. 50 ഗ്രാം ഉണ്ട്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 3 to 4 മിനിറ്റ്സ് ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്രീം ചീസ്, അപ്പോൾ നമുക്ക് എപ്പോഴും ഈ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ ഫ്രോസ്റ്റിങ്ങിൽ ക്രീം ചീസ് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസ് മാത്രമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല. അതുകൊണ്ടാണ് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രിട്ടാനിയയുടെ ക്രീം ചീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ടേസ്റ്റിനനുസരിച്ചിട്ട്, അതായത് നമുക്ക് വേണ്ട ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഇതും കൂടി ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഒരു ചെറിയ മധുരത്തിന് വേണ്ടി. അപ്പം വിപ്പിംഗ് ക്രീമിൽ മധുരം ഉണ്ട്, അപ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഇതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 അല്ലെങ്കിൽ 1.5 വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ഹൈ സ്പീഡിൽ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അങ്ങനെ ക്രീം ചീസും നമ്മൾ ഒരു 2 മുതൽ 3 മിനിറ്റോളം നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി രണ്ടും കൂടി മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ചായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കേക്ക് ഇപ്പം ഓവനിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കേക്ക് ഇനിയിപ്പം പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എന്തായാലും ഫ്രോസ്റ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയും നേരം ഞാനിതൊന്ന് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഫ്രോസ്റ്റിംഗ് ചെയ്യാനും എളുപ്പമാണ്. അപ്പോൾ ഞാനിതെന്തായാലും ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. ഇതിപ്പോൾ 30 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മൾ 30 മിനിറ്റ്സ് ആയിരുന്നു വെച്ചിരുന്നത് 180 ഡിഗ്രിയിൽ. അപ്പോൾ നമ്മൾ ഇതൊന്ന് കുക്ക് ആയിട്ടുണ്ടോ നോക്കാൻ പോവാണ്. അപ്പോൾ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ആയിട്ടുണ്ടോയെന്ന്. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇത് കുക്കായിട്ടില്ലെങ്കിൽ നമുക്കിവിടെ നനവ് കാണാൻ പറ്റും. അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് കുക്കായിട്ടുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിതെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇതിനി തണുത്തതിന് ശേഷം മാത്രം പാനിൽ നിന്ന് നമുക്ക് മാറ്റാം. അപ്പോൾ എന്തായാലും തണുക്കാൻ വെക്കുകയാണ് ഞാൻ. അപ്പോൾ ഇത് കേക്ക് നന്നായി തണുത്തെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലോട്ട് ഇത് ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു നൈഫ് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. ഇതിപ്പം വിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പോൾ നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇത് മാറ്റാൻ പോവാണ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമുക്ക് കണ്ടാൽ, ഇപ്പം ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എത്ര സോഫ്റ്റാന്നുള്ളത്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. ഞാൻ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം അത്രയും സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിപ്പം ഇതിൻ്റെ മുകളിലെ ഭാഗമൊക്കെ ഒന്ന് ഞാൻ കട്ട് ചെയ്ത് ലെവലാക്കാൻ പോവാണ്. അപ്പോൾ 2 കേക്ക് ഉണ്ടല്ലോ, അപ്പോൾ 2 കേക്കും ഇത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഒന്ന് ഈ കളറാണല്ലോ, അപ്പോൾ നമുക്കൊന്ന് പൊടിച്ചെടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. പിന്നെ ഡെക്കറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും ഒന്ന് നേരെയാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പോവാണ്. ഇതും അതുപോലെ നമ്മൾ വേറൊരു ഹേർട്ട് ഷേപ്പിലുള്ളൊരു പാനിൽ വെച്ചിട്ടുണ്ട്, ഒരു കേക്ക് ടിന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ഞാൻ ഒന്ന് ചെയ്തെടുത്ത് നോക്കട്ടെ. ഇതിപ്പോൾ ഞാൻ 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഹാർട്ട് ഷേപ്പ് ഉള്ളതും ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഞാനത് സിമ്പിളായിട്ട് ചെയ്യാണ്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വിപ്പിംഗ് ക്രീം ഇതാക്കി കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ കേക്ക് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഷുഗർ സിറപ്പ് ആക്കാൻ പോവാണ്. ഇതിപ്പോൾ ഞാനൊരു 1/2 കപ്പ് വെള്ളത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചൂടാക്കി അലിയിച്ചെടുത്തതാണ്. അപ്പം അത് ഞാനിതിലോട്ട് ആയി കൊടുക്കുകയാണ്. അപ്പം ശരിക്കും ഈ റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പം അല്ലാതെ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഇത് ഒരുപാട് സിറപ്പ് ചേർക്കണം എന്നൊന്നുമില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് നേരത്തെ വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ക്രീം ചീസും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രീസറിലാവുന്ന സമയത്ത് കുറച്ചുകൂടി കട്ടിയായി കിട്ടും. അപ്പോൾ ഞാൻ അത് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ച് കൊടുക്കുകയാണ്. ഇതിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പ് ആക്കാം. പിന്നെ ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് വെക്കാം. സൂപ്പർ റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആണ്. പിന്നെ എന്താ പറയുക, ഡെക്കറേഷൻ പാർട്ടിൽ ഞാൻ അത്ര പുലിയൊന്നും അല്ല. അപ്പോൾ എനിക്ക് പറ്റുന്ന വിധത്തിൽ ചെറിയ തോതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഒരു ഐഡിയ അനുസരിച്ച് മനോഹരമായ ഈ റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഡെക്കറേഷനോ ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ലെങ്കിലും റെഡ് വെൽവെറ്റ് കേക്ക് അതിൻ്റെ ബേസ് മാത്രമായിട്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് റിസൾട്ട് എങ്ങനെയാണെന്ന് എന്നെ കമൻസ് ആയിട്ട് അറിയിക്കണം. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് രുചികരം ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ
ബെല്ലൈക്കണാണ്. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പുതിയ റെസിപ്പി ആയിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.